ഹായ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ വൈകിട്ട് രാവിലെ നേരത്തെ പോയിട്ട് നേരത്തെ പോരും. കാരണം ഇപ്പോൾ തുലാമാസം ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. ഞാൻ വന്നതിന് ശേഷം ശ്രീലക്ഷ്മീൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ പറ്റണില്ല. പിന്നെ അതുമല്ല ഭക്ഷണമൊക്കെ വന്നിട്ട് ഉണ്ടാക്കണം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. സ്ത്രീധന സ്വർണ്ണ പ്രശ്നം കാരണം ഞാൻ കല്യാണം കഴിച്ച് 4 വർഷം ഞാൻ തിരുവല്ലയിലായിരുന്നു. ഈ കുട്ടി ഉണ്ടായി 3 വയസ്സാവുമ്പോൾ പോന്നതാണ്. ഇതാണ് ആള്, ശ്രീലക്ഷ്മി പേര്. ഇവളച്ഛന് കേസൊക്കെ കൊടുത്ത് ഇവിടെ വരികയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ 10 പൈസ ചിലവിന് കൊടുക്കണില്ല. കേസ് കോടതിയിൽ, കുടുംബ കോടതിയിൽ നടക്കുന്നുണ്ട്. കേസ് ഞാൻ നിർത്തി വെച്ചേക്കാണ്, ഇതിനെക്കൊണ്ട് കേസ് നടക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഒരു 5-6 മാസം മുന്നേ ഈ വീടിൻ്റെ ഉള്ളിലൊരു വലിയൊരു പ്രശ്നം നടന്ന വീടാണ് ഈ വീട്. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പണിക്ക് പോകുന്നുണ്ട്. ഇവളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പണിക്ക് പോണത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്താ പറയുക, എനിക്ക് പറയാനൊരു ഇതുണ്ടെങ്കിലും ഞാൻ ലൈവായിട്ട് വന്നിട്ട് പറയുകയാണ്. നമ്മളെവിടെയാണെങ്കിലും കട്ടിട്ടല്ല, പണിയെടുത്ത് ജീവിച്ചാൽ നമുക്ക് സമാധാനം സ്വൈര്യം ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ഏത് തടുക്കിട്ട വീട്ടിലാണെങ്കിൽ നമുക്ക് അന്തി ഉറങ്ങാനും അതിന് സമാധാനമുണ്ട്. വൈകുന്നേരം വരെ പണിക്ക് പോയി വന്ന് ഉള്ളത് വെച്ച് തിന്ന് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ എനിക്ക് വന്ന് ഭവിച്ചത് അതല്ല. കല്യാണം കഴിച്ച് കൊണ്ടുപോയോടത്ത് സ്ത്രീധന പീഡനം കാരണം അവിടുത്തത് അനുഭവിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പെറ്റ് വളർത്തിയ തള്ളേന്ന് നേരിടേണ്ടി വന്ന കുറച്ച് അനുഭവം പറയാനാണ് ഞാൻ ഇപ്പോൾ ലൈവായിട്ട് വന്നിട്ടുള്ളത്. ഒരാങ്ങളയുണ്ട്. ഞങ്ങൾ 2 എണ്ണം. ഈ കുട്ടി 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലായിരുന്നു. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പരീക്ഷ പോലും നേർക്ക് പഠിക്കാനോ എഴുതാനോ പറ്റാത്തൊരു സാഹചര്യം എൻ്റെ കുട്ടിക്കുണ്ടായി. ഈ വീടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മര്യാദ വഴിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നുള്ളൊരു എന്താ ഉണ്ടായി വെച്ച് ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവമുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ കുഴൽക്കിണറിൽ എന്താ പറയുക, അച്ഛനുള്ള സമയത്ത് അച്ഛന് സൂയിസൈഡ് ചെയ്തതാണ്. മകൻ്റെ കല്യാണക്കടം കാരണം ആത്മഹത്യ ചെയ്തതാണ് അച്ഛന്. ഇന്നലെ മിഞ്ഞാന്നേക്ക് 16 വർഷം കണ്ടായി അച്ഛൻ മരിച്ചിട്ട്. 5 ലക്ഷം ഉറുപ്യ കടം ഉണ്ടായിരുന്നു അച്ഛൻ മരിക്കുന്ന സമയത്ത്. 500 രൂപേൻ്റെ ഒരു കുറവിന് വേണ്ടിയിട്ട് ആ വ്യക്തി ജീവനൊടുക്കി. കല്ല് പോലത്തെ ഒരു മകന് ഇവിടെ ഉണ്ട്, 10 പൈസയ്ക്ക് ഉപകാരമില്ല. ജീവനൊടുക്കി. മലപ്പുറം ജില്ലയിൽ രാമപുരം ഇവിടെ വലിയൊരു പുഴ ഉണ്ട്, ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് ടൗണിലേക്ക് പോകണം. അവിടെ ആ പുഴയിൽ ഒരു ചുള്ളിക്കമ്പിൽ ആത്മഹത്യ ചെയ്തു. തുലാമാസത്തിൽ പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സമയമാണ്. 500 രൂപേൻ്റെ കുറവ് ബാങ്കിൽ പൈസ അടയ്ക്കാൻ ചെന്നതിൻ്റെ ഇതിൽ 500 രൂപേൻ്റെ ഒരു കുറവിന് ജീവനൊടുക്കിയ മനുഷ്യനാണ്. ഒരു കേടുപാടും ഉണ്ടായില്ല. മാനസികമായിട്ട് അതിനെ ജീവിച്ചിരിക്കുന്ന കാലത്തെ അതിനെ സ്വൈരം മുട്ടിക്കുന്ന പ്രവൃത്തിയാണ് ഉണ്ടായിട്ട്. ഒരു 10 പൈസേൻ്റെ ഉപകാരം ഇതിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. 2 വീട്ടിലത് പറഞ്ഞിട്ടാണ് ആളും മരണപ്പെട്ടു പോയിട്ടുള്ളത്. തുലാമാസം 3-ാം തീയതി അച്ഛനെ കാണാനില്ലാതെയായി. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഡെഡ് ബോഡി കിട്ടുന്നത്. എനിക്ക് പുറത്ത് പറയാതിരിക്കാൻ പറ്റൂല. എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക, ഒരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ അനുഭവത്തിന് സാക്ഷിയായ വ്യക്തിയാണ് ഞങ്ങൾ. പെറ്റ തള്ളേനെ ഓയിലോ എന്താന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ച് തീയിട്ട വ്യക്തിയാണ്, മഹാവ്യക്തികളാണ് ഈ കിടക്കുന്നത്. നിങ്ങൾ കാണണം. ഒരമ്മയും മകനാണ് ഒരു കട്ടില്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റൂല. ഒരു പൊട്ട് ഗുളിക വാങ്ങിക്കൊടുത്തിട്ട്
ഒരു പെറ്റ തള്ളേനെ ഒരു മകൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു തന്തയ്ക്ക വാങ്ങിക്കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാനിന്നത് ഒരിക്കലും ഈ ലൈവിൽ വന്ന് പറയില്ല. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഞാൻ പണിയെടുക്കുന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കുട്ടീൻ്റെ ജീവിതം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് 100 രൂപയ്ക്ക് പണിക്കുക ചരിത്രമുണ്ട്. അങ്ങനെ വരെ പണിയെടുത്ത് ഈ കുട്ടീനെ ഇന്ന് ഈ കോലത്തിലെത്തിച്ചു. എല്ലാം കൊണ്ടും ഒരു കഴിവുള്ള കുട്ടിയാണ് ഈ കുട്ടി. അപ്പോൾ അതാ സബ് ജില്ലയ്ക്കുള്ള എൻട്രി കിട്ടിയിരിക്കുക. ഓട്ടംതുള്ളലിൽ ഫസ്റ്റ് കിട്ടി. ഞാനൊരു പെറ്റ അമ്മയാണ്. ഇതിന് പൈസ മുടക്കാൻ എൻ്റെ അടുത്തില്ല. നല്ലൊരു സംഖ്യ സബ് ജില്ലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചിലവാണ്. ഓട്ടംതുള്ളൽ പഠിക്കാൻ പോയിരുന്നു. 3 ക്ലാസ്സിന് പോണ സമയത്താണ് ഇവിടെ തീയിട്ട്, ഇവിടെ പെറ്റ തള്ളേനെ തീയിട്ട്, ഓയിൽ വെച്ച് തീയിട്ടത്. കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 4 പോലീസുകാർ വന്നിട്ടാണ് ഇവനെ കീഴ്പ്പെടുത്തി കൊണ്ടുപോയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേന്നു. ഞാൻ ഇത്രയും പ്രശ്നം ഞാൻ ഇപ്പോഴും പറയണേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞാൻ പണിയെടുക്കൽ. ഇന്ന് എനിക്ക് നീക്കാൻ വയ്യ. നമ്മളൊക്കെ പഠിച്ച് നടക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. ഇന്ന് കുട്ടീൻ്റെ ഒരാവശ്യത്തിന്, എനിക്കൊരാവശ്യത്തിന് ഒരു രൂപ എടുക്കാനില്ല. പെറ്റ തള്ളേന് ആങ്ങളേനെ നോക്കാൻ വേണ്ടി കഴുത്ത് കിടക്കണതിൻ്റെ കെട്ടുതാലി വരെ ഞാൻ, കെട്ടുതാലിൻ്റെ കാതിൽ സ്വന്തമായിട്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കിയിരുന്നു കമ്മൽ. അത് വരെ ഞാൻ കൊണ്ട് വിറ്റ് നോക്കി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് നന്നായിട്ടുള്ളൊരു ഉപദ്രവം ഞങ്ങൾ സഹിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 2-3 തവണ ഞാൻ ഇവിടുന്ന് വാടകയ്ക്ക് പോകാൻ നിന്നു. കാരണം ഞങ്ങൾ 2 പെണ്ണുങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ ഉണ്ടായാലും പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. തീ കത്തുന്നത് നിന്ന് ലൈവായിട്ട് കണ്ട വ്യക്തിയാണിത്. ഒരു പെറ്റ തള്ളേനെ തീയിട്ടിട്ട് കത്തി നിൽക്കണ കണ്ടൊരു വ്യക്തിയാണിത്. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ മുന്നിൽ കാട്ടിയ നാടകമാണ് മകൻ. ഇന്നതാ കടക്കണു. അന്നും ഇതേപോലെ തന്നെയായിരുന്നു. പണിക്ക് പോവില്ല. ഞാൻ പണിക്ക് പോയിട്ടാണ് ഈ വീട് കഴിഞ്ഞു പോണത്. എനിക്കെൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, എൻ്റെ വിഷമങ്ങൾ പറയ്ക്ക് വേറെ ഒരാളില്ല. ഞാൻ ലൈവായിട്ട് വന്ന് പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് വലിയൊരു സങ്കടം. കുട്ടി ഈ ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇത്ര ഫസ്റ്റും കാര്യങ്ങളൊക്കെ നേടി, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, മെറിറ്റ് കിട്ടിയിട്ട് മെഡലുകളും ട്രോഫികളും എല്ലാം കിട്ടി. എൻ്റെ കുട്ടിക്ക് സബ് ജില്ലയ്ക്ക് പോകാൻ എൻ്റെ കയ്യിലൊരു 10 രൂപയ്ക്ക് എടുക്കാനില്ല. ഞാൻ ഒരുപാട് ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ഈ കുട്ടീനെ സബ് ജില്ലയ്ക്ക് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞയക്കാൻ അതിനുള്ള കാശില്ല. അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാൻ തന്നെ ഉള്ളു ഈ കുട്ടിക്ക്. എങ്ങനെ ഞാൻ പണിയെടുത്താലും എത്താത്ത രീതിയിലുള്ള ജീവിതം. കാരണം എനിക്കൊന്നുമില്ല. സ്വർണ്ണമായിട്ട് എല്ലാം കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞു. ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വിറ്റിട്ടാണെങ്കിലും ഇതിനെ സബ് ജില്ലയ്ക്ക് പറഞ്ഞയക്കും. കാരണം ജീവിതം പോയി. ഇപ്പാണെങ്കിൽ പെറ്റതള്ള ഒരാഴ്ചയായി പെരേൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി. കുടിക്കുന്ന വെള്ളത്തിന് ഒരു നേരം ഞങ്ങളൊരു പച്ചവെള്ളം കുടിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്.
വൈകുന്നേരത്തെ ഇതാ പണി കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചായ ഇട്ട് കുടിച്ചിട്ടാണ് ഞങ്ങൾ കടന്നുറങ്ങണത്. അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണുക. കാരണം ഞാൻ എപ്പോഴും ഇടണം എന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ ഇപ്പോൾ നിയന്ത്രണം വിട്ടൊരവസ്ഥയിലാണ് എല്ലാം കൊണ്ടും. അപ്പോൾ എനിക്കിത് വിടണം. നാളെ നേരം വെളുത്ത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഇതാണ് പറയണ്ടല്ലോ. നമ്മളൊരു 10 ആളോട് നമ്മളെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ചിലപ്പോൾ അതിൽ 10 ആളേൽ ചിലപ്പോൾ ഒരു 5 ആൾ നമുക്കൊരു കുറേ കാശ് തന്നിട്ട് നമുക്കൊരു സമാധാനം. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അത് പറയാൻ ഒരാളുമില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക. ഞാനിന്ന് ലൈവായിട്ട് വന്നത് എനിക്ക് നിയന്ത്രണം വിട്ടൊരവസ്ഥയിൽ ഞാൻ വല്ലാത്തൊരവസ്ഥ മാനസികാവസ്ഥയിലാണ്. കാരണം ഇത്രയും എത്തി നിൽക്കുകയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന നേരത്താണ് ഈ വീട്ടിലെ ഈ പ്രശ്നങ്ങൾ. ഒരു നേരം ഞങ്ങളൊരു വെള്ളം കുടിക്കണമെങ്കിൽ സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണ് ഞങ്ങൾക്ക്. ഇത് കണ്ടോ, രാത്രി കണ്ടോ, എന്നൊരു പാക്കറ്റ് പാല് കൊടുത്തത് തിളപ്പിച്ച് കുടിച്ചിട്ടാണ് ഈ കുട്ടി കടന്നുറങ്ങണത്. ഞങ്ങൾക്ക് അരി ഇവിടെ വീട്ടിലില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വെച്ച് തിന്നാനും സമാധാനമില്ല കുറച്ച് ദിവസമായിട്ട്.